ഹായ് എവരിവൺ, നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പവർ ഓഫ് എ സർക്യൂട്ട് അല്ലെങ്കിൽ ദ പവർ എക്സ്പെൻഡിച്ചർ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു. ഇക്വേഷൻ എന്തായിരുന്നു? പവർ വിച്ച് ഈസ് ഈക്വൽ ടു എനർജി ഓർ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ വി സ്ക്വയർ ബൈ ആർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 ഇക്വേഷൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൾസ് ലോ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലോ വിച്ച് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദ ഹീറ്റ് ജനറേറ്റഡ് വെൻ എ കറന്റ് ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റർ ആർ ഇൻ എ പെർട്ടിക്കുലർ ടൈം ടി. ഓക്കെ, ഒരു റെസിസ്റ്റർ ആർ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ ഐ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ടി സെക്കൻഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ജൂൾസ് ലോ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിത്തരാം. സോ ജൂൾസ് ലോ എന്ന് പറയുന്നത് ദ heat generated in a resistor wire when a current flows through it is directly proportional to the square of the current I square of the current I and resistance R and time t in seconds. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വയറിൻ്റെ ഉള്ളിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കറന്റിന്റെ സ്ക്വയറിനോടും റെസിസ്റ്റൻസിനോടും സെക്കൻഡ്സിലുള്ള ടൈമിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എച്ച് ഈസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ജൂൾ, ഹീറ്റ് എന്ന് പറയുന്നതും ഒരു എനർജി ആണല്ലോ. സോ എച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ഇതാണ് ഫസ്റ്റത്തെ റിലേഷൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സെക്കൻഡ് വൺ, എച്ച് directly proportional to the resistance R. ഇതാണ് സെക്കൻഡ് വൺ. H directly proportional to time. ഇതാണ് തേർഡ് വൺ. Combining these three we get പ്രൊപ്പോർഷണാലിറ്റി ഫൈൻ ഉള്ള രണ്ടോ മൂന്നോ അതിലധികം ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ, പിന്നെ ആർ, പിന്നെ ടി. സോ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ഫൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. somehow this constant is 1. സോ നമുക്ക് ഇക്വേഷനിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരും? എച്ച് which is equal to I square RT. ഇത്രയേ ഉള്ളൂ. സോ എച്ച് which is equal to I square RT. ഇതാണ് ജൂൾസ് ലോവിന്റെ ഒരു ഫോം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു റെസിസ്റ്റൻസ് ആറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവറിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഈ പവറും ഹീറ്റും ഈക്വേഷനും ഒക്കെ തമ്മിലുള്ള റിലേഷനാണ്.
Okay, so നോട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ which is equal to work or energy by time, right? Then energy എന്ന് പറഞ്ഞാൽ in the form of heat ആണ്. അപ്പോൾ എനർജി ന്യൂമറേറ്ററിലായിരുന്നു, ഇതല്ലേ എനർജി വന്നിരിക്കുന്നത്. അപ്പൊ ഈ എനർജീനെ നമ്മൾ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യുക. അപ്പൊ ടൈമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് എന്ത് വരും, അപ്പൊ ഇവിടെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു W or H. W എടുക്കാം അല്ലെങ്കിൽ H എടുക്കാം. വർക്ക് ഓർ എനർജി ഇൻ ഹീറ്റ് ഫോം ആണ്, അപ്പൊ H തന്നെ എടുക്കാം. ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു H വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പവറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലെറ്റ് മീ റിമൈൻഡ് യു. 3 ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു പവറിന്റെ ഇക്വേഷൻ? സോ ഇവിടെ എച്ചിനപ്പം 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. പവർ ഹാസ് 3 ഇക്വേഷൻസ്. പവറിന്റെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? I square R into T that is equal to, പിന്നെ എന്തായിരുന്നു? പവർ വിച്ച് ഈസ് ഈക്വൽ ടു VI. അപ്പോൾ VI T that is equals, പിന്നെ എന്തുണ്ടായിരുന്നു? മൂന്നാമതൊരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു, V square by R ഫോർ പവർ. അപ്പം V square by R into T. സോ ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനും ഈ 3 ഇക്വേഷനും നമ്മൾ ബോക്സിലിട്ട് വെക്കുക. സോ 1 minute. So H which is equal to I square R T. പിന്നെ equation energy which is equal to PT. Then this equation H which is equal to I square RT equal to VIT equal to V square by R into T. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് ആണോ റെസിസ്റ്റൻസ് ആണോ കറണ്ട് ആണോ തന്നിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റിന്റെ പവർ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബൾബ്, ഒരു ഇൻകാൻഡസെന്റ് ബൾബ്, ഫിലമെന്റ് ബൾബ് ഒക്കെ ഉണ്ടല്ലോ, 60 വാട്ട് 100 വാട്ടിന്റെ ഒക്കെ. അപ്പൊ 100 വാട്ട് ബൾബാന്ന് വിചാരിക്കാം. 100 വാട്ട് ബൾബ്, അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് 100 ജൂൾ പെർ സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഒരു ലെവൽ വെച്ചിട്ടാണെങ്കിൽ അത് ഇങ്ങനെ പറയാം, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും എന്തായിരിക്കും, 70% ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, 100 ജൂൾ എനർജി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 80 ജൂൾ എനർജിയാണ് എന്ത് ചെയ്യുള്ളൂ, അത് പുറത്തേക്ക് തരുള്ളൂ ഇൻ ദ ഫോം ഓഫ് ലൈറ്റോ. 80% ഇല്ലാത്ത ഫോൺ 30% ആണല്ലോ എഫിഷ്യൻസി. 30% ആണ് എന്ത് ചെയ്തുള്ളൂ, ലൈറ്റ് ആയിട്ട് തരുള്ളൂ. ബാക്കി 70% ഹീറ്റ് എനർജി ആയിട്ടാണ് തരുന്നത്. നിങ്ങളത് അതിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ അതും എഴുതിയിരിക്കുന്ന വാട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി absorbed in per second and the amount of energy emitted in the form of heat per second. അപ്പൊ 100 വാട്ട് ബൾബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡിൽ 100 ജൂള് ഇലക്ട്രിക്കൽ എനർജി അത് അബ്സോർബും ചെയ്യുന്നുണ്ട്, അതേസമയം പുറത്തോട്ടേക്ക് അത് ഹീറ്റ് ആയിട്ട് 100 ജൂൾ എനർജി തരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പവർ വാട്ടേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 മിനിറ്റ് ആണ് ഈ ബൾബ് നമ്മൾ കത്തിച്ച് വെച്ചേക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഹീറ്റ് ഇറ്റ് വിൽ ഇവോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പവർ 100. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എനർജി. ഓക്കെ, എനർജി വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു PT, അങ്ങനെയല്ല തന്നിരിക്കുന്നത്. അപ്പോൾ പവർ 100 ഇൻറ്റു ടൈം സെക്കൻഡ്സിൽ വേണം. 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ്സ്. അപ്പോൾ ഇൻറ്റു 60, അപ്പോൾ 100 ഇൻറ്റു 60 എത്ര വരും, 6000 ജൂൾ അല്ലെങ്കിൽ 6 കിലോ ജൂള് ഹീറ്റ് എന്ത് ചെയ്യും, അത് ഇവോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. 2 പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുണ്ട്. അത് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്ഷനിലോട്ടേക്ക് പോകാം. അതാണ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ എന്നുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ആദ്യം നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മച്ച്
heat developed if 0.2 ampere current ഇവിടെ തന്നിട്ടുണ്ട് 0.2 ampere ആണ് 0.2 ampere current flows through a conductor of resistance 200 ohm in 5 minutes. ഒരു കണ്ടക്ടറിനുള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് 0.2 ആംപിയർ ആണ്. ഓക്കെ, അതിന്റെ റെസിസ്റ്റൻസ് 200 ഓം ആണ് ആൻഡ് ടൈം 5 മിനിറ്റ്സ് ആണ്. അപ്പൊ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്തെഴുതാം. ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കറന്റ് I equals 0.2 ampere 0.2 ampere. Then second one, R resistance, that is equal to 200 ohm. Then third one, time 5 minutes, that is equal to മിനിറ്റിലല്ല, നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം എപ്പോഴും സെക്കൻഡ്സിൽ എടുക്കണം. ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ വരുമ്പോൾ അവറിലും മിനിറ്റിലൊക്കെ തന്നാലും അതിന് സെക്കൻഡ്സിലാകണം. സോ 5 into 60 equals 300 seconds. 300 seconds. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ പ്രോബ്ലം ആണ്. H equals I square RT, that is equal to 0.2 square into 200 into time 300 seconds. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് 0.2 സ്ക്വയർ എത്രയാണ് വരിക? 0.04 ആണ് വരിക. അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിന്റെ പവർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെസിമൽ ഉണ്ടല്ലോ, ഈ ഡെസിമലിനെ നിങ്ങൾ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ 0.2 നമുക്ക് എന്താക്കി മാറ്റാം? 2/10 എന്ന് കൊടുക്കാം. 2 divided by 10 whole square into 200 into 300 എന്ന് പറയുമ്പോൾ 2 into 3 6 സീറോസ് അല്ലാത്ത ഭാഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3 6. ഇനി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 4 zeros. 1 2 3 4. That is equals 2/10 ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനും നമ്മൾ സ്ക്വയർ ഫൈനിട്ട് കൊടുക്കണം. 2 ന്റെ സ്ക്വയർ 4 divided by 10 ന്റെ സ്ക്വയർ 100 into 60,000. ഇത് നമ്മൾ എന്ത് ചെയ്യുക? 2 സീറോസ് ഇവിടെ കളയാം, 2 സീറോസ് ഇവിടെ കളയാം. അപ്പൊ ബാക്കി 600 into 4 എന്ന് പറഞ്ഞു വന്നു. 6 4 24 24 and 0 0. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2400 ജൂൾ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ദ ഹീറ്റ് ഇവോൾവ് ഇഫ് 2400 ജൂൾ, ഓർ നമുക്ക് ഇതിന്റെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ ജൂളിലാക്കിയിട്ട് നമുക്ക് പറയാം. അപ്പൊ 2400 by 1000, 1000 ജൂള് 1 കിലോ ജൂൾ, 1000 ജൂൾ 1 കിലോ ജൂൾ. അപ്പൊ 2. ഇതിന്റെ ആവശ്യമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. 2.4 കിലോ ജൂൾ. The answer is 2.4 kilojoule, അല്ലെങ്കിൽ 2400 ജൂൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോസ്റ്റ് ചെയ്ത് എല്ലാവരും എഴുതിയെടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ohm. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ഡെവലപ്ഡ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം 3 minutes, resistance 920 ohm, working under 230 volt. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഹീറ്റ് ഡെവലപ്ഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഹീറ്റ് ഡെവലപ്ഡ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം താഴേക്ക് എടുത്തെഴുതുക. സോ ഹിയർ time 3 minutes, that is equal to
1 മിനിറ്റ് വെച്ചാൽ 60 സെക്കൻഡ്, 3 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 seconds. No problem. And resistance എത്രയാണ്? 920 ohm. 920 ohm. And വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, കറന്റ് നമുക്ക് തന്നിട്ടില്ല, വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. വി എത്രയാണ്? 230 വോൾട്ട്. രണ്ട് അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ 5² RT മാത്രം അറിയുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ കണ്ടുപിടിക്കണം. ആർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ബൈ ആർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ കിട്ടും. എന്നിട്ട് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, എന്താണ്? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അത് വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ heat developed, that is equal to v square by r into t. ശരിക്കും ഓംസ് ലോ വെച്ചിട്ട് തന്നെയാണല്ലോ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. വി ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇൻറ്റു വി ഇൻറ്റു ടി. മനസ്സിലായോ? അല്ലെങ്കിൽ അടിയിൽ ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു ആർ, അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അതായത് ജസ്റ്റ് ഇന്ത്യ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓംസ് ലോ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ട് ഓംസ് ലോ വരുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് എക്സാമിന് ഡൗട്ട് വരാണെങ്കിൽ മാത്രം ആ അപ്രോച്ച് ചെയ്യുക. ആദ്യം കറന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 230 വോൾട്ടിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 920 ഇൻറ്റു ടൈം 180. 23യുടെ സ്ക്വയർ കാണാം, ഇൻറ്റു 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 92 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. 92ലും 18ലൊക്കെയും 2 നമുക്ക് പോവും, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടാം 10,350 ജൂളാണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 മിനിറ്റ്. യെസ്, 10,350 ജൂളാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. So 230 into 230, 52,900 divided by 920, 57.5 into 180 is 10,350. ആൻസർ ശരിയാണ്. ഇത്രയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ കാൽക്കുലേറ്റർ വെച്ച് കാണിച്ചു മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വോൾട്ടേജും കറന്റും ടൈമർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. വി ഐ ടി വെച്ച് ചെയ്യാൻ പറ്റും. വി ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പോൾ 3 ഇക്വേഷനും നമുക്ക് എന്ത് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാം. ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് എടുത്തെടുത്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുക? വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലംസ് നിർത്താണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റർ കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. അതായത് റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. റെസിസ്റ്റേഴ്സ് 3 resistors R1, R2, R3 are connected in series. The net resistance will be R1 plus R2 plus R3. ജസ്റ്റ് ഇക്വേഷൻ തരും. അങ്ങനെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ ക്വസ്റ്റ്യൻസ് അടുത്ത വർഷവും ഈ വർഷവും +1 +2 പിന്നെ ഈ വർഷമൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫുള്ള് തിയറി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കുക. സോ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ 3 റെസിസ്റ്റേഴ്സ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. റെസിസ്റ്റർ 1, റെസിസ്റ്റർ 2, റെസിസ്റ്റർ 3 ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് R1, ഇത് R2, ഇത് R3. ഓക്കെ, ഇത് വി വോൾട്ടേജ് ആണ്. വി ഇ എം എഫോ വോൾട്ടേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് എഴുതാം. കൺസിഡർ 3 resistors are connected in series as shown in the figure. Consider
three resistors are connected in series. Connected in series as shown in figure. As shown in figure. Right. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു ഈ കറണ്ട് ഫ്ലോയിനെ നമുക്ക് പൈപ്പ് എന്താണ് ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനലോഗസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അനലോജി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആർവണും ആർട്ടും മാത്രം പറയുന്നത് ഒരു ഹോസ്, വെള്ളം പോകുന്ന ഹോസ് കണ്ടിട്ടില്ലേ, ഈ ഗാർഡനിലൊക്കെ നമ്മൾ വാട്ടറിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതില് നമ്മൾ ആ ഹോസിന്റെ 3 ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 കൺസ്ട്രക്ഷൻസ്, ഇല്ല കമ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചരട് വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യുക, മുറുക്കി കെട്ടുക. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറയും. സോ ഈ കെട്ട്, ദിസ് നോട്ട്സ് കെട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം കറണ്ടിന്റെ ഫ്ലോയിനെ എന്താണ്, ഓപ്പോസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ അത് കെട്ടിവെച്ചാലും 3 എണ്ണം കെട്ടിവെച്ചാലും ഈ 3 എണ്ണത്തിൽ കൂടിയും അവസാനം ടോട്ടൽ ആയിട്ട് പോകുന്ന കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇൻ സീരീസ് കോമ്പിനേഷൻ കറന്റ് വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഓൾ ദ റെസിസ്റ്റേഴ്സ്. ഇവിടെ R1ഉം ഇവിടെ R1ഉം R2 R3 കൂടെ പോകുന്ന കറന്റ് എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ current through these 3 resistors in series combination will be constant. Here in series combination current through all resistors will be constant. Current through all resistors will be constant. ഓരോ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് let I be the current through each resistor. Let I be the current. Let I be the current. ഇവിടെ വന്നിട്ടുള്ള കറണ്ട് എത്രയാണ്, I ആണ് വന്നിട്ടുള്ള കറണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് ദ വോൾട്ടേജ്, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ V വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ ഒരു 10 വോൾട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ R1 അക്രോസ് ആയിട്ട് ഒരു 4 വോൾട്ട് പോവും, R2 അക്രോസ് ആയിട്ട് ഒരു 3 വോൾട്ട് പോവും, R3 അക്രോസ് ആയിട്ട് ഒരു 3 വോൾട്ട് പോവും. ടോട്ടൽ 10 വോൾട്ടോ. ഈ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എനർജിയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, ആ റെസിസ്റ്ററിന്റെ വാല്യൂവിനനുസരിച്ച് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. സോ ഹിയർ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Now voltage drop across each resistors are calculated. Each resistors are calculated. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 കൊടുക്കുക, V1 which is equal to, എങ്ങനെയാണ് ഓംസ് ലോ വെച്ചിട്ട്, V which is equal to IR എന്നല്ലേ. അപ്പോൾ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 അക്രോസ് ഉള്ള കറന്റ്, R1 കൂടെ ഉള്ള കറന്റ് ഇൻറ്റു R1ന്റെ റെസിസ്റ്റൻസ് വാല്യൂ. സോ IR1. അതേപോലെ തന്നെ V2 എന്ന് പറയുന്നത് IR2 and V3 is equal to IR3. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് V1 plus V2 plus V3 ആയിരിക്കും. V which is equal to
V1 plus V2 plus V3 എന്ന് വെച്ച് കഴിഞ്ഞാൽ V which is IR1 plus IR2 plus IR3 ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് വരും. That is equal to മൂന്നിൽ നോക്കി I കോൺസ്റ്റന്റ് അതിനടുത്ത് പുറത്തേക്ക് എടുക്കാം. I into R1 plus R2 plus R3 ഇതാണ് V. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐനെ പുറത്തേക്ക് കൊണ്ടുവരാം. V by I ഓംസ് ലോ വെച്ചിട്ട് V by I എന്ന് വെച്ചാൽ എന്താ സാധനം? That is the resistance. So ഇവിടെ V by I എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R ടോട്ടൽ റെസിസ്റ്റൻസ് ടോട്ടൽ എന്താ വന്നത്? R1 plus R2 plus R3. ഇതാണ് എന്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. സോ ഞാൻ ഇത് ബോക്സിൽ ഇട്ട് വെക്കുന്നുണ്ട്. So the equation is V by I which is equal to R total equal to R1 plus R2 plus R3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, ഇങ്ങനെ തന്നിട്ട് പറയും മൂന്ന് റെസിസ്റ്റേഴ്സ് ഇങ്ങനെയാണ്, വോൾട്ടേജ് ഇത്രയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R1 equal to 2 ohm, R2 equal to 2 ohm, R3 equal to 3 ohm, V എന്ന് പറഞ്ഞ ഒരു 8 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, മൂന്ന് റെസിസ്റ്റൻസും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ റെസിസ്റ്റൻസ് R1, R2, R3 ആണ്. അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ സൈഡിൽ ഞാൻ എഴുതി വെക്കുന്നുണ്ട്, ഞാൻ ഗ്രീൻ കളറിലായിട്ട് ഒരു നോട്ട് എഴുതി വെക്കുന്നുണ്ട്. സോ അപ്പൊ ഐ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, സീരീസിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുക, ആർ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആർ ടോട്ടൽ ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് വിനെ ടോട്ടൽ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, കറണ്ട് കിട്ടും. അതിനുശേഷം V1 V2 V3 എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, I into R1 പിന്നെ I into R2 പിന്നെ I into R3 കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് ടീച്ചർ എന്ത് ചെയ്യുള്ളൂ, പഠിപ്പിക്കുള്ളൂ. അങ്ങനെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇത് പഠിച്ചു പോയിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ പ്ലസ് ടുവിലൊക്കെ വരുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം അവിടെയും ടീച്ചർമാർ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ടെക്സ്റ്റിലുണ്ട്, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോവുക, ഇതിന്റെ ശരിക്കും അതിന്റെ ഈ ഒരു എന്താണ് എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോവുക. ഇതാണ് എന്ത് സീരീസ് കോമ്പിനേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പാരലൽ കോമ്പിനേഷനെ കുറിച്ചാണ്. സോ പാരലൽ കോമ്പിനേഷൻ ആണ്. ഞാനിവിടെ മൂന്ന് റെസിസ്റ്റേഴ്സ് R1, R2, R3 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സിനെ ഒരേ സമയം മൂന്ന് റെസിസ്റ്ററുകളിലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ പോവാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. പടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് R1, ഇത് R2, ഇത് R3, ഇത് R3. സോ ഇത് R1, ഇത് R2, ഇത് R3. ഇത് മൂന്നിനെയും കൂടെ നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെ. ഓക്കെ, ഇതിന്റെ വോൾട്ടേജ് നമുക്ക് V എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂന്ന് റെസിസ്റ്ററുകൾ നമ്മൾ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതി വെക്കാം. ഹിയർ R1, R2, R3 are connected in series as shown in the figure. As shown in the figure. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ മൂന്ന് റെസിസ്റ്ററുകളിലെയും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേപോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എന്തായിരുന്നു, I കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ
മൂന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? വി ആയിരിക്കും. അതായത് നമ്മളിവിടെ ഈ വി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും R3 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി, R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി, R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി. സോ ഹിയർ voltage across R1, R2, R3 are V itself. മൂന്നും എന്താണ്? വി തന്നെയായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ മൂന്നിൽ കൂടെയുള്ള കറന്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് കറന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. Now we are going to calculate the current through each resistors. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്യാൻ ചെയ്യുക. കുറച്ച് നേരത്തെ അങ്ങനെയല്ല, ഓരോന്ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ ഓരോന്ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടിട്ട് ആഡ് ചെയ്തു. ഇവിടെ മൂന്നിന്റെയും കൂടെയുള്ള കറന്റ് ഡിഫറെന്റ് ആണ്. മൂന്നും കൂടി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കറന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. We are calculating current through each resistors. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ I1 എന്ന് പറയുന്നത് I which is equal to V by R according to Ohm's law. V by R1. Similarly, I2 which is equal to V by R2. I3 equals V by R3. Okay. അപ്പോൾ കുറച്ച് നേരത്തെ പോലെ തന്നെ ചോദിക്കുമ്പോൾ എന്താണ് വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ I1 R1 ഈക്വൽ ടു I2 R2 ഈക്വൽ ടു I3 R3 ദാറ്റ് ഈസ് ഈക്വൽ ടു V തന്നെയാണ് വരിക. മറ്റേതിൽ എന്തായാലും ഓരോന്നും ഡിഫറെന്റ് ആയിരുന്നു. പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഈ V ഡിവൈഡ് ചെയ്ത് പോകുന്നത്, അത് ഡിവൈഡ് ചെയ്ത് പോവില്ല. മൂന്നിനും അക്രോസ് ആയിട്ടുള്ള എന്തായിരിക്കും? സെയിം വോൾട്ടേജ് ആയിരിക്കും, V തന്നെയായിരിക്കും വരിക. അപ്പൊ ഇതിൽ പാരലൽ കോമ്പിനേഷനിൽ മൂന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, കറന്റ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ അത് V by R1, V by R2, V by R3 കണ്ടുപിടിച്ചാൽ മതി. ഇനി therefore ഇപ്പൊ ടോട്ടൽ കറന്റ് എന്താ വരിക? I which is equal to V by R1 plus V by R2 plus V by R3. ഓക്കെ, ഇതിലെന്ത് ചെയ്യുക? നമ്മള് വിനെ പുറത്തേക്ക് എടുക്കുക. V ഇൻറ്റു കുറച്ച് നേരത്തെ അതേപോലെ തന്നെ 1 by R1 plus 1 by R2 plus 1 by R3. റൈറ്റ്. ഇനി എന്ത് ചെയ്യുക? ഈ വിനെ പുറത്തേക്ക് കൊണ്ടുവരിക. I divided by V equals, അപ്പൊ ഇവിടെ നോക്കിയേ, V by I എന്ന് വെച്ച് കഴിഞ്ഞാൽ R. അപ്പൊ I by V യോ അതിന്റെ റെസിപ്രോക്കൽ 1 by R ടോട്ടൽ എന്ന് പറഞ്ഞു വരും. 1 by R total that is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇതാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. ഇത് ജസ്റ്റ് ബോക്സിൽ ഇട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനുള്ള ഫുള്ള് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരിപാടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോട്ട്സ് ഇങ്ങനെ തന്നെ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക. ഞാൻ നിങ്ങൾക്കിപ്പോൾ തരുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും വീഡിയോസ് വേണമെങ്കിൽ. നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വാട്സാപ്പിലൂടെ ഞാൻ സെൻഡ് ചെയ്ത് തരാം വീഡിയോസ്. അപ്പം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ എപ്പോഴും ഉണ്ടാവും, അത് തന്നെ എപ്പോഴും ഇരുന്ന് കാണാം. ഡാറ്റ ലോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കുഴപ്പമില്ല. ഇതാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? നെറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 by R ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇപ്പോൾ 2, 3, 4 മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 1/2 plus 1/3 plus 1/4 ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു വാല്യൂ കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ R ടോട്ടൽ കിട്ടും. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ 1 by R1ഉം 1 by R2ഉം 1 by R3യും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 by R ടോട്ടൽ ആണ്.
അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂന്റെ എന്ത് ചെയ്യുക, നിങ്ങൾ റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആർ ടോട്ടൽ കിട്ടും. സോ ബി കെയർഫുൾ. നിങ്ങൾ ഇത് മാത്രം ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യും, ഇത്ര ഓം എന്ന് പറഞ്ഞിട്ട് ഇടും. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ റെസിപ്രോക്കൽ ഫൈനൽ ആൻസറിന്റെ റെസിപ്രോക്കൽ എടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് നെറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ 2-3 പ്രോബ്ലംസ് കാണിച്ചു തരാം. ആ പ്രോബ്ലത്തിൽ ഇപ്പോൾ 2, 3, 4 3 ഓമുകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നെറ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യും, നിങ്ങൾക്ക് 1.5 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 പാരലൽ റെസിസ്റ്ററുകൾ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണക്ട് ചെയ്ത 3 എണ്ണത്തിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. പക്ഷെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2, 3, 4 കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 + 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഓം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. 1/2 + 1/3 + 1/4 നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ആഡ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് റെസിപ്രോക്കൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 1.5, 1.8 അങ്ങനെയുള്ള വാല്യൂ ആണ് കിട്ടുക. അത് 2-നേക്കാളും താഴെയാണ്. ഉള്ളതിലെ ഏറ്റവും ചെറിയ ഓം 2 അതിനേക്കാളും താഴെയാണ് നെറ്റ് റെസിസ്റ്റൻസ് വരിക. ഒരു പ്രോബ്ലത്തിൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ദാൻ ദ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ സ്മോളസ്റ്റിനേക്കാളും ചെറുതാവും. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കൊരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു 10,000 ഓം ഉള്ള ഒരു എക്യുപ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. നിങ്ങൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂട്ടാൻ വേറൊരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യുക, ഒരു 10 ഓം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 10,000 ഓമിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, 10 ഓം കണക്ട് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് 10K, അതായത് 10,000 ഓം എന്ന് പറഞ്ഞാൽ 10 കിലോ ഓം. അതിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 10 ഓം നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/R total that is equal to 1/10 plus 1/10,000. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായാലും മതി. അപ്പോൾ 10,000 + 10 10,010 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ്, ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5 0 വരും. ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ആർ ടോട്ടൽ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ ചെയ്യുക. റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ആർ ടോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഈ 10⁵ ഡിവൈഡഡ് ബൈ 10,010 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ ഇങ്ങനെയാണ് കിട്ടുക. ഇതിന്റെ ആൻസർ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1,0,0,0,0 divided by 1,0,0,1,0 നമുക്ക് ആൻസർ കിട്ടുക 9.990 ഓം എന്നാണ് കിട്ടുക. നോക്കി, ഈ 9.990 എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത 10-നേക്കാളും ചെറുതാ. അപ്പൊ എത്ര വലിയ റെസിസ്റ്റൻസ് വന്നാലും അതിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് പാരലൽ ആയിട്ട് ഒരു വളരെ ചെറിയ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് a net resistance value which is lesser than the actual one. ഇതാണ് എന്ത് റെസിസ്റ്റൻസിന്റെ എന്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനെ കുറിച്ചുള്ള ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഈ ക്ലാസ് ഇനി അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി ഹീറ്റിംഗ് എഫക്റ്റിന്റെ ജൂൾസ് ലോ വെച്ചിട്ടുള്ള അതിന്റെ അപ്ലിക്കേഷൻസ്, അയൺ ബോക്സ്, ഹെയർ ഡ്രയർ, ബ്രെഡ് ടോസ്റ്റർ, പിന്നെ എന്താണ് ഓവൻ, മൈക്രോവേവ് ഓവൻ അല്ല, സാധാരണ ഓവൻ, പിന്നെ ഇൻകാൻഡസെന്റ് ലാമ്പ്, ഫിലമെന്റ് ലാമ്പ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. വാട്ടർ ഹീറ്റർ, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഫ്യൂസ് വയർ, ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ, ഇതൊക്കെയാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നാളെ ഒരു പക്ഷേ നെക്സ്റ്റ് ക്ലാസ്സിന്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ സി യു, ബൈ ബൈ. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം.